ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ലൊരു അടിപൊളി കാഴ്ച നിങ്ങളെ കാണിച്ചു തരാനാണ്. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല അടിപൊളി കാഴ്ചയൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നും. അതുപോലത്തെ ഒരു കാഴ്ച കേട്ടോ നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് കർണാടകത്തിൽ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ചില കൂട്ടുകാർക്കെങ്കിലും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ കർണാടകത്തിൽ ഉത്തര കന്നഡ എന്ന് പറയുന്ന ജില്ലയിലാണ് താമസിക്കുന്നത്. ഉത്തര കന്നഡ എന്ന് പറയുന്ന ജില്ലയിൽ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു റിവറുണ്ട്, ഒരു നദിയുണ്ട്. ഖാലി റിവർ എന്നാണ് നദിയുടെ പേര്. അപ്പം ആ നദി ഗോവയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ഈ കാണുന്നത്. അപ്പം ആ പാലം, ആ ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസം അത് തകർന്നു. അപ്പം ആ കാഴ്ചയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ, വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഈ കാണുന്നതാണ് ഖാലി റിവർ. ഇത് നമ്മൾ അതിൻ്റെ പാലത്തിൽ കൂടിയാട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത്. 2 ബ്രിഡ്ജുണ്ട്, ഒന്ന് പഴയതും ഒന്ന് പുതിയതും. അപ്പോൾ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് പുതിയ പാലത്തിൽ കൂടിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന പാലമാണ് തകർന്നു പോയത്. അത് കണ്ടില്ലേ, ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അത്രയും ദൂരത്തിലാണ് നമ്മുടെ ഇത്രയും വലിയൊരു പാലം നിർമ്മിച്ചിരിക്കുന്നതും. ഈ വഴി കൂടിയാണ് നമ്മൾ ഗോവയ്ക്ക് പോണതും. ഗോവയും കാർവാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇത്. അപ്പം ആ ബ്രിഡ്ജിൽ ഒരെണ്ണമാണ് തകർന്നിരിക്കുന്നത്. കണ്ടില്ലേ, എന്ത് വലിയ നദിയാണോ നോക്കിക്കേ. അങ്ങ് ആ കാണുന്ന അങ്ങേ അപ്പുറത്തെ സൈഡിൽ ഗോവ കൺകോൺ റെയിൽ പാതയില്ലേ, അതാണ്. അത് നമുക്ക് വീഡിയോയിലൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇതിൽ നിന്നാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നമ്മൾ പാലത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. ഈ പാലത്തിൻ്റെ ആ അറ്റം തൊട്ട് ഈ അങ്ങേ അറ്റം വരെ ഞങ്ങൾ യാത്ര ചെയ്ത് പോയി കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത്രയും വലിയൊരു പാലമാണ് തകർന്നിരിക്കുന്നത്. ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റില്ല. ഏകദേശം ഒരു രാത്രിയിലൊരു 1-1:30 ആ സമയത്താണ്, രാത്രിയിലാണ് കേട്ടോ പാലം ഇടിഞ്ഞത്, തകർന്നത്. പാലത്തിൻ്റെ 3 തൂണ്, അതായത് 3 തൂണുണ്ട്. ആ 3 തൂണല്ല, ഫുള്ള് 3 തൂണിൽ 3 എണ്ണം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് പാലത്തിൻ്റെ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നല്ല വലിയ പാറക്കല്ലില്ലേ, നല്ലൊരു കുന്നാട്ടോ. അതിൻ്റെ മണ്ടയ്ക്കൊരു വീടാണോ എന്താണോ എന്നറിയത്തില്ലേ, അങ്ങനെ ഒരു ഒരെണ്ണം ഉണ്ട് കേട്ടോ. പക്ഷേ അത് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ അങ്ങ് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ നമ്മൾ വന്നേ. പിന്നെ ഇവിടുന്ന് നമ്മൾ വണ്ടി തിരിച്ച് നമ്മൾ വന്ന വഴിയിലോട്ട് പോവുകയാണേ. അപ്പോൾ നിങ്ങളെ ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീണ്ടും ആ പാലത്തിലേക്ക് തിരിച്ചു പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കെന്നുള്ള കാഴ്ച കേട്ടോ ഇത്. ഇവിടം തൊട്ടാണ് പാലം തകർന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഈ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു അത്ഭുതം വന്നു പോയി കേട്ടോ. നമ്മളിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ സാധാരണ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ടി വിയിലൂടെയും ഒക്കെ ന്യൂസിലൂടെയൊക്കെ ഇങ്ങനെ കാണാറുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ പേടിക്കുകയും ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ 3 എണ്ണം അങ്ങനെ തകർന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ
അവിടുന്ന് നേരെ തിരിച്ച് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്, പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പാലത്തിൽ കൂടെ പോയി യാത്ര ചെയ്യുന്നതിലും നന്നായിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം കേട്ടോ. ഈ സൈഡിലും കുറേ ആൾക്കാരുണ്ട്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയില്ല, നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രം നിന്നാണ് ഇത് കണ്ടത്. അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നിറയെ ആൾക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാൻ വേണ്ടിയേ. അധിക നേരം നമ്മളെ ഒന്നും അവിടെ നിർത്തത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഇവിടെ തൊട്ടാട്ടോ പാലം തകർന്നത്. ഫസ്റ്റ് ഇവിടെ ഇടിഞ്ഞു, അങ്ങനെ മൂന്ന് തൂണുണ്ട്, 3 തൂണിൽ 3 എണ്ണം അങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട്. ഈ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു ഇതായിരുന്നേ. ആ സമയത്ത് ഒരു ട്രക്ക് ലോറി ആയിരുന്നു ആ സമയത്ത് അതിലേ പോയത്. ആ ട്രക്ക് ലോറി ഓടിച്ചിരുന്നത് ഒരു മലയാളിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മലയാളി താഴെ വണ്ടിയുമായിട്ട് പോയി. വണ്ടി ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കറക്റ്റ് വിവരം നമുക്കറിയത്തില്ല. പിന്നെ മീൻ പിടിക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്, അവർ രക്ഷപ്പെടുത്തി എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഗോവ കാർവാർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്. അത് തകർന്നിരിക്കുന്ന കാഴ്ചയാണ് കൂട്ടുകാരെല്ലാവരും കാണുന്നത്. കണ്ടില്ലേ, പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമ്മൾ പോയിട്ടോ. അപ്പോൾ ആ കാഴ്ചയാണ് നമ്മൾ ആദ്യം നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ആ കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു കേട്ടോ. അവിടെ നിന്ന് നല്ല ഒരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടിയേ. ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ബ്രിഡ്ജിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളതല്ലാതെ നമ്മളിങ്ങനെ അതിൻ്റെ താഴെ വശത്ത് ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം കേട്ടോ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നത്. അപ്പം നമ്മൾ ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോഴും താഴെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കാറ്റും നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ. കുറേ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നതും വലയൊക്കെ അവർ റെഡിയാക്കുവാണ്, മീൻ പിടിക്കാനുള്ള വലയെ. പിന്നെ അപ്പുറത്ത് കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്, കുറേ പേര് നിന്ന് ചൂണ്ടയിടുന്ന കാഴ്ച കേട്ടോ. ഇതാ കണ്ടില്ലേ, പിന്നെ മേളിൽ പാലം, എന്ത് വലിയ പാലാന്ന് നോക്കിയേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.